വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം പ്രഖ്യാപിക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടാണ് പുൽപ്പള്ളിയിൽ സമരാനുകൂലികൾ സ്വീകരിച്ചത്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്താത്തതും പ്രതിഷേധം കടുപ്പിക്കാൻ കാരണമായി. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ സർക്കാർ വൈകിപ്പിക്കുന്നുവെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. വന്യമൃഗാക്രമണങ്ങൾക്ക് അറുതിയില്ല. പതിവ് പരിഹാര നിർദ്ദേശങ്ങൾ സമരാനുകൂലികൾ അംഗീകരിച്ചതുമില്ല. 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിച്ചെങ്കിലും അംഗീകരിക്കാൻ നാട്ടുകാർ തയ്യാറായില്ല. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് സർക്കാരിലേക്ക് ശുപാർശ ചെയ്തെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചെങ്കിലും പ്രതിഷേധം അണപൊട്ടി. നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യങ്ങളിൽ അന്തിമ തീരുമാനമാകാതെ പിന്നോട്ടില്ലെന്ന നിലപാട് സ്വീകരിച്ചു ഒരു വിഭാഗം. തീരുമാനമാകാതെ ഞങ്ങൾക്ക് കുരുമുളക് ഒറ്റയ്ക്ക് പണിക്കാരെ വിളിച്ചാൽ കിട്ടാനില്ല. ഒറ്റയ്ക്ക് പോയി പറിക്കാൻ ഞങ്ങൾക്ക് പേടിയാ. നിരന്തരം സാധാരണ ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് ആരോപിച്ച സഭാപ്രതിനിധികളും രംഗത്തെത്തി. ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന, ഞാൻ വയനാട്ടുകാരൻ, ഇവിടെ ജീവിക്കുന്ന ആളാ. ഞങ്ങളുടെ വികാരങ്ങൾ പറഞ്ഞു, അല്ല അച്ഛനെ വഷളാക്കിയതല്ല. ഇതുപോലെ തണുത്ത ഒരു നയം കേരളത്തിൽ, വയനാടൻ ജനതയോട് പുച്ഛമാണെന്ന് തോന്നുന്നു രാഷ്ട്രീയക്കാർക്ക്. മുൻകാല പ്രതിഷേധങ്ങൾക്കപ്പുറം വൈകാരിക പ്രകടനങ്ങൾക്ക് കൂടിയാണ് പുൽപ്പള്ളി സാക്ഷ്യം വഹിച്ചത്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ പ്രതിഷേധം കടുക്കുമെന്ന സൂചന കൂടിയാണ് പുൽപ്പള്ളി നൽകുന്നത്. റിപ്പോർട്ടർ, വയനാട്.